ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് എന്ന ചോദ്യവുമായിട്ട് ഒരു നിയമ പണ്ഡിതൻ കർത്താവിൻ്റെ അരികിലേക്ക് വരികയാണ്. നിയമം മോശയ്ക്ക് നൽകപ്പെടുമ്പോൾ സീനായ് മലമുകളിൽ വെച്ച് ദൈവമായ കർത്താവ് നൽകിയത് 10 നിയമങ്ങളാണ്. അതിൽ ആദ്യത്തെ 3 ദൈവവുമായി ബന്ധപ്പെട്ടതും പിന്നീട് വരുന്ന 7 മനുഷ്യനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. എന്നാൽ കാലക്രമത്തിൽ നിയമപണ്ഡിതന്മാർ ഈ നിയമങ്ങൾക്ക് വ്യാഖ്യാനങ്ങളും ഉപനിയമങ്ങളും ഉണ്ടാക്കിയപ്പോൾ 613 നിയമങ്ങളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇതിൽ പ്രധാനപ്പെട്ട നിയമം ഏത് എന്ന് കണ്ടെത്തുക. ഇപ്പോൾ നിയമപണ്ഡിതൻ്റെ ചോദ്യം ഇതാണ്: ഈ 613 നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതാണ്? ക്രിസ്തു അതിന് മറുപടി നൽകുന്നത് ഒരൊറ്റ നിയമം പറഞ്ഞുകൊണ്ടല്ല, 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്നാമത് പറയുന്ന കാര്യം, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. എന്ന് വെച്ചാൽ ദൈവസ്നേഹം നിനക്കുണ്ടായിരിക്കണം. എന്നിട്ട് കൂട്ടിച്ചേർക്കുക, ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് എന്ന് കൂട്ടിച്ചേർക്കുക. എന്ന് വെച്ചാൽ ഇതിനെ എല്ലാത്തിനെയും കൂടി സംഗ്രഹിക്കുമ്പോൾ ഒരൊറ്റ നിയമമേ ഉള്ളൂ. അതെന്താ? സ്നേഹം. അതിനപ്പുറത്ത് മറ്റൊരു നിയമം ഇല്ല എന്നുള്ളത്. നീ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ സ്നേഹമെന്ന പരമപ്രധാനമായ കൽപ്പനയുണ്ടെങ്കിൽ അസാധ്യതകൾ പോലും സാധ്യതയായിട്ട് മാറും എന്നാണ് ഈ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ നാം ശ്രവിക്കുന്നത് അതാണ്. അസ്ഥികളുടെ താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടുചെന്നിട്ട് ദൈവം ചോദിക്കുക, ഈ അസ്ഥികൾക്ക് ജീവനുണ്ടാകുമോ എന്ന്. അപ്പോൾ പ്രവാചകൻ പറയും, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. പിന്നെ പ്രവാചകൻ്റെ മുമ്പിൽ ഒരു അത്ഭുത കാഴ്ചയാണ് കാണുന്നത്. സ്നേഹത്തിൻ്റെ ജീവവായു ഈ അസ്ഥിയിലേക്ക് ദൈവം നിശ്വസിക്കുമ്പോൾ അസ്ഥികളെല്ലാം യോദ്ധാക്കളെ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. അസ്ഥികളുടെ മേൽ മാംസവും നരമ്പും ഒക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞ് അവർ ജീവനുള്ളവരായി നിന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അർത്ഥമാണ്? കാരണം കരുത്തിൻ്റെ പ്രതീകമാണ് നിവർന്ന് നിൽക്കുക എന്നുള്ളത്. സ്നേഹം ഒരുവന് അത്രത്തോളം ബലം നൽകുന്നതാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുക. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ തളർച്ചകളും വീഴ്ചകൾക്കും പരാജയങ്ങൾക്കൊക്കെ പരിഹാരം എന്താ? സ്നേഹിക്കുന്നവൻ കൂടെയുണ്ട് എന്ന് ഉറപ്പ്. അതാരാ? നിന്റെ ദൈവമായ കർത്താവ്. നിന്റെ ജീവിതത്തിൻ്റെ തളർന്ന തകർന്ന ജീവിതാവസ്ഥകളിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കരുതുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ ജീവൻ കൊടുത്തും സ്നേഹിച്ച ഒരു ദൈവം ഉണ്ട് എന്ന് നീ അറിയുക. അവൻ്റെ സ്നേഹം നിന്നെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റട്ടെ. ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലും തൻ്റെ ഇടത്തോടെ കരുത്തോടെ ആത്മാഭിമാനത്തോടെ നിവർന്ന് നിൽക്കാൻ, തളർന്നിരിക്കാനല്ല, അസ്ഥികള യോദ്ധാക്കളെ പോലിങ്ങനെ നിവർന്ന് നിന്നതെന്ന് പറയുമ്പോൾ ആ കരുത്ത് ദൈവസ്നേഹം നിനക്ക് പകരട്ടെ.